കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ജ്വലിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ വേദവിഭജന കഥ, അതുപോലെ കഴിഞ്ഞ ഒരു മാസമായി രാമായണ മാസാചരണമായിരുന്നതിനാൽ രാമായണ പാരായണത്തിന് പോയിരുന്നതിനാലും ഒരു മാസമായി ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുവാൻ സാധിച്ചില്ല. വീണ്ടും തുടരുന്നു വരികൾ സഹിതം. ഓം നമോ ഭഗവതേ വസുദേവായ. ശാരിക പൈതലേ നീ ചൊല്ലടൂ കഥാശേഷം, പാരാദേശലക്ഷണമെന്നു കേട്ടതു നേരം. ചൊല്ലിനാൾ കിളിമകൾ കേട്ടുകൊള്ളുവിനെങ്കിൽ, മംഗലനായ സൂതൻ തന്നോടു മോദത്തോടും കല്യാണാത്മകന്മാരാം ശൗനകാദികളേവം വല്ലഭമുള്ള കഥാശേഷവും കേൾപ്പാനായി ചോദിച്ചാരാദിയെങ്കിൽ ചൊല്ലപ്പെട്ടിരിപ്പൂരു വേദങ്ങൾ വിഭാഗത്തെ വഴിയെ കേൾപ്പിക്കണം. വ്യാസശിഷ്യരായി വേദാചാര്യന്മാരായിരിക്കും പൈലാദികളാമവർ തങ്ങൾ തൻ വേദങ്ങളെ എത്ര ജാതിയായി പകുത്താരെന്നു പറകയെന്നിത്തരം കേട്ടു സൂതനാദിയെ ചൊല്ലിയിടിനാൻ. ആദിയിൽ ബ്രഹ്മൻ തന്റെ ഹൃദയത്തിങ്കൽ നിന്നങ്ങാദിഭൂതമായുള്ള നാദത്തിങ്കലേ നിന്നു നാനാകർമാഗ്യ കാര്യകാരണസ്വരൂപമായി ആത്മതത്വവാചകമായി പ്രണവമുണ്ടായി. അതോ ദാതാവു തന്റെ ലിംഗദേഹവുമായിട്ടതിനു ശ്രോത്രാദ്യാദി മാത്രവാസനകളായി ആ ബ്രഹ്മപ്രകാശക വ്യാപകത്തിങ്കിൽ നിന്നു സർവമന്ത്രോപനിഷദ്വേദ ബീജമായുള്ള പ്രണവസനാദനത്തിങ്കലേ ത്രിവർണവും അതിനു അകാരാദി അക്ഷരങ്ങളിൽ മൂന്നിൽ നിന്നിട്ടു സ്വരങ്ങളായി നാനാശബ്ദങ്ങൾ ഭേദാൽ ആജ്ഞായ അക്ഷരമായി ഭവിച്ചു വിഷ്ണു താനും. സ്വരമായി വ്യഞ്ജനങ്ങളായുള്ളൂരക്ഷരങ്ങൾ പരിചോടുണ്ടായി വന്നിതിവറ്റെ കൊണ്ടു ബ്രഹ്മൻ തന്നെ നാലു മുഖത്തിങ്കലും ഓരോന്നായി
മുന്നേതാ മൃഗ്യജുസു സാമവും അധർമ്മവും ഇങ്ങനെ നാലും മുന്നേ മദൃഗും യജസ്സും സാമവും അധർവവും ഇങ്ങനെ നാലും ദൃഷ്ടിപ്പിച്ചത് പുത്രന്മാർക്കു നന്നായി ഗുരു പരമ്പരയാ പ്രാപ്തമാക്കി കൊടുത്തിതതു പിന്നെ ദ്വാപരയുഗത്തിങ്കൽ എടുത്തു പകുത്തിതും ഋഷികൾ അതും ചൊല്ലാം. കാലത്താൽ കുറഞ്ഞിടും ധർമ്മവും ആയുസ്സതും കാലദോഷത്താൽ ബുദ്ധിമാലിന്യം വന്നു ലോകേശീലവും തമോമയമായി വരും അതു കാലം പാലിപ്പാൻ പണിധർമ്മമെന്നോർത്തു ബ്രഹ്മാദികൾ പാലനപരായണനാകിയ മുകുന്ദനോടേവമെല്ലാമേ കേൾപ്പിച്ചതോർത്തു കണ്ടിതു ഹരി മന്ദഹാസവും ചെയ്തു ബ്രഹ്മനോടരുൾ ചെയ്തു. എന്നുടെ മായാഭ്രമദ്വൈത സംസാരാർണവം കടപ്പാനായി കൊണ്ടെങ്ങിരിക്കും വേദധർമ്മം കെടുകയില്ല രക്ഷിച്ചിടുവൻ പോവെന്നങ്ങൾ എന്നരുൾ ചെയ്തു മറിഞ്ഞിടിനാൻ നാരായണൽ പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ പിന്നെ ദ്വാപരയുഗേ ഭഗവാൻ നാരായണൻ നന്നായി ധർമ്മം പരിപാലിപ്പാൻ പരാശരപുത്രനായി സത്യവതിയാകിയ നാരി തന്നിൽ പൃഥ്വി പാലിപ്പാൻ വേദവ്യാസനായി പിറന്നിട്ടു ധർമാർത്ഥ കാമമോക്ഷമായി ചൊല്ലും വേദങ്ങളിൽ അപ്പോഴേ ഫലസാരമായവ തിരഞ്ഞിട്ടങ്ങുള്ളതിൽ ചതുർഭാഗം കൊണ്ടു നാലാംശമാക്കിയിട്ടുള്ളതുപോലെ നാലു നാമവും ആക്കി ചൊല്ലി നാലിന്റെ ഗുണം പോലെ സംഗ്രഹിപ്പതിനായി നാലിലും മൂന്നു കാണ്ഡമായിട്ടു സൂത്രത്തിങ്കൽ മൂന്നു വർണ്ണമാം മണിഗണങ്ങൾ കോർക്കും പോലെ നന്നാക്കി നാലു ശിഷ്യന്മാരെ താൻ വിളിച്ചിട്ടു കൊടുത്തു. മുന്നേവനാം പൈല നിർഗേതമതും കൊടുത്തു. വൈശമ്പായനന്നങ് യജുർഗണം സാമമാം ചാന്തോക സംഗതിയെ ജൈമിനിക്കും സുമന്തോതനിക്കതർവേദവും നൽകിയിടിനാൻ എന്നതിൽ പൈല നിർഗേദത്തെ ഇന്ദ്രപ്രമിതി തനിക്കും ഭാഷ്കളനും കൊടുത്തു. പിന്നെ അതിൽ ഭാഷ്കളൻ തന്റെ ശാഖ നാലാക്കി ബോധായനന്ദനിക്കും യാജ്ഞവൽക്യന്തനിക്കും പരാശരന്തനിക്കും നൽകി. അഗ്നിമിത്രനും അതുപോലെ തന്നുടെ ശിഷ്യന്മാരായവർക്കു നൽകിയിടിനാൻ. മുന്നേവനാകും ഇന്ദ്രപ്രമദിതൻ ശാഖയെ തന്നുടെ പുത്രൻ മാണ്ഡുകേയനും കൊടുത്തിതു. തൻ ശിഷ്യൻ വേദമിത്രൻ അവനും കൊടുത്തിതു. നിർമ്മലൻ വേദമിത്രൻ സൗഭര്യാദികൾക്കായും
ശാകല്യനായ പുത്രൻ തനിക്കും കൊടുത്തിതു. ശാകല്യതൻ ശാഖയെ പകത്തു വാത്സ്യായനൻ, മൗൽഗല്യൻ ഗാലിയനും ശിശിരൻ ഗോഗലിക്കും എന്നിവരഞ്ചു പേർക്കും കൊടുത്തിട്ടാറാമതു തന്നുടെ ശിഷ്യൻ ജാതുകർണ്യനും കൊടുത്തിതു. അവനും നിരുക്തമാം ത്വച്ചാകാബലാകനും പൈജനും വൈതാലനും വിരജൻ 4 പേർക്കും കൊടുത്തു. പിന്നെ ബാഷ്കലനുമെല്ലാമേ ശാഖയെടുത്തു ബാലകല്യ സംഹിതമുണ്ടാക്കിനാൻ. നമസ്തേ. ഭേദ വിഭജന കഥ വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ വേദവിഭജന കഥ വരികൾ സഹിതം തുടരും നാളെ. അതുപോലെ മഹാദേവന്റെ കാലകാലേശ്വരനായ ലോകപിതാവായ മഹാദേവന്റെ 64 ലീലകളുടെ കഥ പറയുന്ന ഹാലാസ്യ മഹാത്മ്യവും പാരായണം ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും ഹാലാസ്യ മഹാത്മ്യവും 10 മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ.